എല്ലാവർക്കും നമസ്കാരം. റേഡിയൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിലെ ഒരു 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 സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ക്യാപ്ഷൻ കാണുന്ന പോലെ 12 കോടി ലോസ് ഇൻ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ, 12 കോടി നഷ്ടം വന്ന ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് എന്താണെന്നല്ലേ നിങ്ങൾക്ക്? നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതുകൊണ്ട്, നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഓർഡർ ഫ്ലോയിൽ നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമുക്ക് ബിഗർ എൻട്രീസും വലിയ ലാർജ് ലോട്ട് പ്ലേയേഴ്സ്, അഥവാ LLP അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിൻ്റെയൊക്കെ വോളിയംസും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. കാരണം ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സംബന്ധിച്ച്? ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ എക്സ്റേ ഓഫ് എ ക്യാൻഡിൽ, ഒരു എക്സ്റേ ആണ്, ക്യാൻഡിലിൻ്റെ എക്സ്റേ ആണ് ഓർഡർ ഫ്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോഴും എത്രയോ മെഡിക്കൽ സയൻസ് എത്രയൊക്കെ വളർന്നാലും നമ്മളെ ചെസ്റ്റിലെ ഇൻഫെക്ഷൻ നോക്കണമെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്താൽ മാത്രമേ ആൾക്കാർക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അങ്ങനെയാണ്. അതേപോലെ മാർക്കറ്റ് എത്ര വളർന്നാലും ഓർഡർ ഫ്ലോയ്ക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്മാർട്ട് മണി, പാസീവ് മണി, FI കമ്മിങ്, DI കമ്മിങ്, എന്ത് ഓപ്ഷൻസിൽ ഫീച്ചേഴ്സിൽ വന്നാലും ഈ ഓർഡർ ഫ്ലോ നമുക്ക് അതിൻ്റെ ഒരു തരും. അപ്പോൾ ഈ 12 കോടി ട്രേഡ് വന്ന ലോസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ ഈ കാണുന്നത് 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, കഴിഞ്ഞ ഈ വരുന്ന ബുധനാഴ്ച മാർക്കറ്റ് ഒറ്റയടിക്ക്, ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ? ബുധനാഴ്ച മാർക്കറ്റ് ഒറ്റയടിക്ക് അടിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ പറഞ്ഞ വ്യാഴാഴ്ച, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റ് ഇറങ്ങി വന്ന് നിഫ്റ്റി ഏകദേശം നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടോ, നിഫ്റ്റി ഒരൊറ്റയടിക്ക് ഒരു ലെവൽ അങ്ങ് പൊട്ടി. നിങ്ങൾക്ക് ഈ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിഫ്റ്റി 47,000-നൊക്കെ 600-700 വന്നതിന് ശേഷം ഒരൊറ്റ അടിക്ക് അടിച്ചടിച്ച് താഴേക്ക് വന്ന് ഒരു ഫ്രീക്ക് ട്രേഡ് നടന്നു. 47,063 ഭാഗത്ത്, 68-ൻ്റെ 63 ആ ഭാഗത്ത് ഒരു ഫ്രീക്ക് ട്രേഡ് കിടന്നു. എത്ര ലോട്ട് സെല്ല് കിടന്നു? 6,166 ലോട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് കിടന്നത്. ആ ഒരൊറ്റ ട്രേഡ് മാത്രമാണ് എൻ്റെ. കാരണം നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ എടുത്താൽ ഫ്യൂച്ചറിൽ നമുക്കൊരു വലിയൊരു വര, കുത്തനുള്ള വര നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിലെ ചാർട്ടിൽ അത് കൃത്യമായിട്ട് അവിടെ ഒരു വലിയൊരു വര വന്ന് നമുക്ക് കൃത്യമായിട്ട് അവിടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇതെന്തുവാണ്, അയ്യോ ഇത് ഫ്രീക്ക് ട്രേഡാണോ, മാർക്കറ്റ് ഫ്രീക്ക്? പക്ഷേ ഫ്രീക്ക് ട്രേഡ് മാത്രമല്ല, അവിടെ ഒരു ബിഗസ്റ്റ് വോളിയവും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ഫ്ലോ നോക്കിയ സമയത്ത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഓർഡർ ഫ്ലോ നോക്കിയ സമയത്ത് അത് നമുക്ക് ബിഗസ്റ്റ് ആയിട്ട് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു വോളിയവും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചത്, നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നമ്മളെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ആ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ പാറ്റേൺ നിങ്ങൾ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഈ ദിവസം ഒരു 5 മിനിറ്റ്സ് ഇത് കണ്ടോ, ഒറ്റ അടിക്ക് 30 മിനിറ്റ്സ് കാണുമ്പോഴേ ഇങ്ങനെ കാണും. നമുക്ക് 5 മിനിറ്റ്സിലേക്കൊന്ന് നമുക്ക് നോക്കാമല്ലോ. 5 മിനിറ്റ്സ് കാണിക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് കാണണമെന്ന് നോക്കാം. 5 മിനിറ്റ്സിൻ്റെ ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ കണ്ടോ, ഒരൊറ്റ ഫ്രീക്ക് ട്രേഡ്, ഇവിടെ ഒറ്റ ഹ്യൂജ് വോളിയവും നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലോ 47,063. അതേപോലെ നിങ്ങൾ നോക്കിക്കാൻ ഇവിടെ ഒരു ഫ്രീക്ക് ട്രേഡ് വന്നു. ഈ ഇന്നലെ ഉച്ചയ്ക്കല്ല, ഇന്നലെ CP ഉള്ളു 10:15 10:25 ആയ സമയത്ത് ഒരു ഉഗ്ര ഒരു സിംഗിൾ ഒരു കിക്ക് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുമ്പോൾ സമയത്ത് ഞാൻ നിങ്ങൾക്കത് മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ അല്ലെ ഓർഡർ ഫ്ലോ ചാർട്ടിലേക്ക് കാണിച്ചു തരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഏകദേശം നിഫ്റ്റിയിൽ ആ ബാങ്ക് നിഫ്റ്റിയെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു 6,166 സെല്ല് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പോലെ വന്നു, ഒരു സെല്ലിങ് നടന്നു. നിങ്ങൾ ഇന്നലെ നോക്കൂ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്നലെ ഏകദേശം 10:15 സമയമാകുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ 48,348 റേഞ്ചിൽ ഇന്നലെ ഒരു 10:15 സമയത്ത് അവിടെ ഒരു ഏകദേശം നിങ്ങൾ ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ നോക്കുക 6,184 ബൈയിങ് നടന്നു. സോ ഇത് പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് 6,166 നമ്മൾ പറയും സാറേ അത് കറക്റ്റല്ലല്ലോ, അല്ലെങ്കിൽ വിഷ്ണു അത് കറക്റ്റല്ലല്ലോ, 2 കുറച്ച് എന്നാലും നമ്മൾ നോക്കും 6,166 അവിടെ സെല്ലിങ് നടന്നു. അത് ഇൻറ്റു 15 എന്ന് പറയുമ്പം ഏകദേശം 92,490 ആണ് നമുക്ക് ക്വാണ്ടിറ്റി ഇൻറ്റു അത്രയും നമ്മൾ നോക്ക്. അതായത് 6,166 ഇൻറ്റു 15, അവൻ വിറ്റ റേറ്റ് എത്രയാണ്? 490 ക്വാണ്ടിറ്റിയാണ് സെല്ല് നടന്നത്. എന്നിട്ട് തിരിച്ച് അതേ കവർ ചെയ്ത് 47,063 മൈനസ് 46,63 മൈനസ് 48,348 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ 348 നോക്കിയോ,
ഇപ്പോൾ 42,346 എന്ന് പറഞ്ഞ ലെവൽ നോക്കുമ്പോൾ ഡിഫറൻസ് എത്രയാണ്? 1285 പോയിൻ്റാണ്. ഇൻറ്റു 6166 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക് എത്രയാണ്? 11,88,49,650 രൂപയാണ് അയാൾക്ക് പറ്റിയ ലോസ്. സോ ഇതൊരു ഒരു കൃത്യമായി പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു സമയത്ത് മെനിങ്ങാന്ന് വന്ന ഒരു ഫ്രീക്ക് ട്രേഡിൽ വന്ന ലോസ്, അത് കൃത്യമായി നിങ്ങൾ ഈ സമയത്ത് വന്ന ലോസ് ആരോ ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതോ പ്രൊപ്പറേറ്ററി റിസ്കിൽ പറ്റിയ മിസ്റ്റേക്ക് വ്യക്തമായിട്ട് ഇത്രയും സ്റ്റോപ്പ് ലോസ് അടിച്ച് അത് പോയി. സോ ഇതൊരു ഫ്രീക്ക് ട്രേഡാണെന്ന്, പക്ഷേ അതിന് ഓളിയുള്ള ഫ്രീക്ക് ട്രേഡാണ്. ഈ സമയത്ത് ഈ ഒരു ഫ്രീക്ക് ട്രേഡിൽ എന്ത് പറ്റി? ഈ സമയത്തായ സമയത്ത് ആ പ്ലെയർ അത് അടിച്ച് പോവുകയും ചെയ്തു. ഏകദേശം പറയണമെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ അത്രയും ക്വാണ്ടിറ്റി സെല്ലിങ് നടന്ന് നല്ലൊരു ഹ്യൂജ് ലോസ് വന്നു. അപ്പോൾ 12 കോടി ലോസ് വന്ന ട്രേഡും മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ, ഫ്രീക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ലോസ് സംഭവിക്കും. സോ നമ്മളെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ളൊരു ഇതാണ് നമ്മളെ ഓർഡർ ഫ്ലോ പറയുന്നത്. ഇതാണ് നമ്മൾ ഓർഡർ ഫ്ലോ. നമുക്ക് ഓർഡർ ഫ്ലോ ഒക്കെ നമ്മുടെ ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് റൂമിനകത്ത് നമുക്ക് ഓർഡർ ഫ്ലോയുടെ ഒരു ചാർട്ടും ഉണ്ട്. ഓർഡർ ഫ്ലോ നമ്മൾ വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ ഒരു ബേസിക് ആയിട്ടും ഓർഡർ ഫ്ലോ വെച്ചാണ് നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നത്. ഓർഡർ ഫ്ലോ വെച്ച് നോക്കിയിട്ട് നമുക്ക് IS ഉം IB ക്യാൻഡിലും അല്ലെങ്കിൽ RS ഉം RB ക്യാൻഡിലൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഓർഡർ ഫ്ലോ വെച്ചാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള ബേസിക് റെഫറൻസ് വെച്ച് ഓർഡർ ഫ്ലോ ആണ് നമ്മൾ കൺഫർമേഷന് വേണ്ടി ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾ ഇന്ന് കണ്ടാൽ ഇത് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ട്രേഡാണ്. ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വോളിയം വളരെ കുറവായിരുന്നു ഉച്ചയ്ക്ക്. നമ്മളെ മാർക്കറ്റ് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ 30 മിനിറ്റ്സ് ചാർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓർഡർ ഫ്ലോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒട്ടും നിഫ്റ്റി ഇതിപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ നമ്മളെ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇന്ന് കൃത്യമായിട്ട് 12 നടന്ന വോളിയം ഒട്ടും വോളിയില്ല. കണ്ടോ, ഇന്ന് പ്യുവർലി വോളിയം കുറവായ ദിവസമാണ്. ആരും പങ്കെടുത്തില്ല. അപ്പം പ്രത്യേകിച്ച് ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ആരും പങ്കെടുത്തില്ല. അപ്പം നമ്മളെ ഓർഡർ ഫ്ലോക്ക് അത് 12 കോടി നഷ്ടമായ ട്രേഡ് നിങ്ങൾ കണ്ടല്ലോ. സോ 12 കോടി നഷ്ടമായ ട്രേഡുകളും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നഷ്ടത്തെ ചെറുതാക്കി കാണാതെ നമ്മളെ നഷ്ടത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ട്രേഡിങ്ങിൽ പുതിയ രീതിയിൽ വളരാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോയിൽ നിന്ന് കണ്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്നും ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.